ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് സൺഡേയിലെ ഒരു വ്ളോഗാണ് കേട്ടോ. സൺഡേയിലെ ഓൾമോസ്റ്റ് ഫുൾ ഡേയിലെ വിശേഷങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആസ് യൂഷ്വൽ രാവിലെ തന്നെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ കടല ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കുറച്ചധികം കടലയുണ്ട്. അപ്പോൾ കടലക്കറി, വറുത്തരച്ച കടലക്കറി ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. പിന്നെ അതുപോലെ ആദ്യം പുട്ടാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ ഓർത്തു ഫ്രിഡ്ജിനകത്തൊരു അപ്പമാവ് ഇരിപ്പുണ്ട്, അതെന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ അതെന്തായാലും ഫിനിഷ് ചെയ്യണമല്ലോ. അപ്പം ഞാൻ സാധാരണ ഉണ്ടാക്കലാണ്, പക്ഷേ എന്തോ ഒരു കാര്യം കൊണ്ട്, എന്തോ ഒരു എമർജൻസി വന്നപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ പിന്നെ അതെന്തായാലും ഉപയോഗിച്ച് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് അത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് അപ്പമാവ് വാങ്ങിക്കുവാണെങ്കിൽ എന്തായാലും യാസി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അപ്പമാവാണ് വാങ്ങിക്കാറ്. അപ്പോൾ അത് വെച്ചിട്ടുള്ള അപ്പമാവ് എനിക്ക് കുറച്ച് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അല്ലാതെ എനിക്ക് അപ്പമാവ് പൊതുവേ വാങ്ങിച്ച് ഉപയോഗിക്കാൻ അത്ര വലിയ താല്പര്യമില്ല. എന്തായാലും അവർ എത്രമാത്രം ഈസ്റ്റ് ഇടുക എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കടല ഞാൻ ജസ്റ്റ് ഒന്ന് വേവിച്ചിടാൻ പോവുകയാണ്. അതുപോലെ അപ്പമാവ് നല്ലപോലെ കലക്കിയൊക്കെ എടുത്ത് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേനും കറക്റ്റായിട്ട് പൊങ്ങി കിട്ടുമല്ലോ, തണുപ്പൊക്കെ മാറിയിട്ട്. അപ്പം ഇതിന് ശേഷമാണ് ഞാൻ വാക്കിങ്ങിന് പോകുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ വാക്കിങ്ങിന് ശേഷം നമുക്ക് പെട്ടെന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയെടുക്കാമല്ലോ. അപ്പോൾ രാവിലെ പേപ്പറൊക്കെ വന്നിട്ടുണ്ട്, അതുപോലെ പാലും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ടാണ് പിന്നെ വേഗം തന്നെ കിച്ചണിലോട്ട് പോകുന്നത്. ഇനി പെട്ടെന്ന് വറുത്തരച്ച കടലക്കറി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പം ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനത്തെ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. മെയിൻലി എന്താണെന്ന് വെച്ചാൽ വറുത്തരച്ച തേങ്ങ ഇഷ്ടംപോലെ ഫ്രീസറിനകത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രണ്ടാമത് ഈ ഒരു കറി എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കാം നമുക്കിങ്ങനെ തേങ്ങ വറുത്തത് ഫ്രീസറിലുണ്ടെങ്കിൽ. അപ്പം ഒരു സവാള ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം, നീളത്തിലാണ് അരിയുന്നത്, നമുക്ക് ചീനച്ചട്ടിയിൽ വഴറ്റിയെടുത്ത് അതിനകത്തോട്ട് കുറച്ച് വേപ്പിലയും പിന്നെ തരിമുളകില്ലേ, ചതച്ച മുളകും ചേർത്തിട്ട് നന്നായി വഴന്നു വരുമ്പോൾ നമ്മുടെ വെന്ത കടലയിലോട്ട് ഇതിൽ നിന്ന് പകുതി മാത്രം എടുത്ത് ചേർക്കുക. അതുപോലെ നമ്മൾ തേങ്ങ വറുത്തരച്ച അരപ്പവും ചേർക്കുക. അതിനുശേഷം ഒന്നുകൂടി നമ്മൾ കടലയ്ക്ക് വിസിൽ കൊടുക്കുമ്പോഴത്തേനും ശരിക്ക് എല്ലാം കൂടി ചേർന്ന് നല്ലൊരു പാകമായിരിക്കും. ഏറ്റവും ലാസ്റ്റ് നമ്മൾ സവാള വഴറ്റി ഇച്ചിരി തരിമുളകൊക്കെ ചേർത്തിട്ട് വച്ചിട്ടില്ലേ, അതിൻ്റെ പകുതിയാണ് നമ്മൾ കുക്കറിലോട്ട് ആഡ് ചെയ്തത്. അപ്പം അത് ലാസ്റ്റ് ജസ്റ്റ് ഒരു താളിപ്പ് പോലെ ചേർക്കുകയും ചെയ്യുക. അപ്പോൾ എനിക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ കറിയുടെ പണി അവിടെ നടക്കട്ടെ കേട്ടോ. അപ്പോൾ കുറേ പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും, എന്താണ് ട്യൂസ്ഡേ പോസ്റ്റ് ചെയ്യുന്നത്, സാധാരണ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ അല്ലേന്ന്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ ഈ വീക്ക് മുതൽ വീക്ക്ലി 4 വീഡിയോസാണ് ഇനി പോസ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. അതായത് മൺഡേ, ട്യൂസ്ഡേ, പിന്നെ തേഴ്സ്ഡേ, ഫ്രൈഡേ, അങ്ങനെ 4 വീഡിയോസ്. ആസ് യൂഷ്വൽ സമയം 2 മണിക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ ജസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ ഏറ്റവും ആദ്യം വീക്ക്ലി 2 വീഡിയോസ് ആയിരുന്നു, പിന്നെ നമ്മളത് 3 വീഡിയോസ് ആക്കി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ശ്രമിച്ച് നോക്കുകയാണ്. അതായത് വീക്ക്ലി 4 വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണമല്ലോ. അപ്പോൾ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. ഇനി എന്തെങ്കിലും കാരണവശാൽ മുടങ്ങി പോവുകയാണെങ്കിൽ ഞാൻ എന്തായാലും കമ്മ്യൂണിറ്റിയിലോ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസൊക്കെയാണ്, വ്യൂസും കാര്യങ്ങളൊക്കെ മുന്നത്തേലും നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ പോട്ടെ അല്ലേ. പിന്നെ അതുപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വെയിറ്റ് ലോസ് ജേർണീനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ആരെങ്കിലും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ, നിങ്ങൾ വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഷെയർ ചെയ്തത്. ഒരുപാട് രീതിയിൽ എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് നല്ല ഈസി ആയിട്ട് വർക്കൗട്ടായ ഒരു പ്രോഗ്രാമിനെ പറ്റിയും എൻ്റെ ഒരു എക്സ്പീരിയൻസും ആണ് ഷെയർ ചെയ്തത്.
അപ്പം ഞാൻ ഫോളോ ചെയ്ത ഏകദേശം ഒരു ഡയറ്റും അതിൻ്റെ റെസിപ്പീസും ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വ്ളോഗിലൊക്കെ കാണിച്ചിരുന്നില്ലേ, ഡിന്നറിൽ കഴിക്കുന്ന സ്മൂതി, അതുപോലെ ഉച്ചയ്ക്ക് ചപ്പാത്തിയാണ് കഴിക്കുന്നത്, അതൊക്കെ ഞാൻ ഏകദേശം ഡേ ഇൻ മൈ ലൈഫിൽ കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ സ്ഥിരമായി കാണുന്നവർക്കാണെങ്കിൽ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും ഞാൻ ഏത് ടൈപ്പ് ഓഫ് ഫുഡാണ് കഴിക്കുന്നത്, അതുപോലെ വർക്കൗട്ട്സ് ചെയ്യുന്നതും നടക്കുന്നതും എല്ലാം തന്നെ മിക്കതും തന്നെ ഞാൻ ഷെയർ ഉണ്ടായിരുന്നല്ലോ. അപ്പം വെയിറ്റ് ലോസ്, ഇപ്പോഴത്തെ വെയിറ്റ് എത്രയാണെന്ന് ഒരു ചോദ്യം വന്നിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 68.7 ആയിരുന്നു. അതിൽ നിന്ന് ശരിക്ക് 63.7 വരെ എത്തിയതിന് ശേഷം വീണ്ടും ഒന്ന് കൂടിയായിരുന്നു, 64.4 ആക്കിയിരുന്നു. പക്ഷെ ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് എൻ്റെ കറൻറ്റ് വെയിറ്റ് ചെക്ക് ചെയ്യുന്ന ഡേ ആയിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ വോയിസ് കൊടുക്കുന്ന ഡേ ഞാൻ നോക്കുമ്പോഴത്തേനും 63.5, അതായത് 5 kgയിലും താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു സന്തോഷ വാർത്തയും കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കൊത്തിരി ഹാപ്പിനെസ്സും അഭിമാനവും ഒക്കെ തോന്നിയൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതേപോലെ വെയിറ്റ് ലോസൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്ക്, അപ്പം ഞാൻ മെയിൻലി ഉദ്ദേശിക്കുന്നത് വെയിറ്റ് ലോസ് അല്ല കേട്ടോ. വെയിറ്റ് ലോസിനേക്കാളും നമ്മൾ ഹെൽത്തി ആവുക, നമ്മുടെ ഹെൽത്തി വെയിറ്റിലോട്ട് എത്തുക, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബോഡി സ്ട്രോങ് ആവുക, റെഗുലർലി എക്സസൈസ് ചെയ്യുക, നല്ല ഫിറ്റായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ട് മാറുക എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് മോട്ടിവേറ്റഡ് ആയിട്ട് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താണോ അടുത്ത സ്റ്റെപ്പ് അതെന്തായാലും എടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഡയറ്റ് ചെയ്യുക. പല പല മെത്തേഡ്സ് ഉണ്ടല്ലോ, ഓരോരുത്തർക്കും വർക്ക് ചെയ്യുന്നത് പല പല മെത്തേഡായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ട് ചെയ്യുന്നത് അത് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡേയിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ കടലക്കറി ഏകദേശം റെഡി ആവുന്നുണ്ട്. ഞാൻ സൈഡ് ബൈ സൈഡ് അപ്പം ചൂടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ റീഫില്ല് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് റീഫില്ല് ചെയ്യാണ്. അപ്പോൾ ഞാൻ കേര എന്ന് പറയുന്ന ബ്രാൻഡാണ് കേട്ടോ യൂസ് ചെയ്യാറ്. വേറെ ഒരുപാട് ബ്രാൻഡ് ഉണ്ടെങ്കിലും എന്തോ കേരയാണ് എപ്പോഴും ചൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലോട്ട് വിളമ്പിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലുള്ള ഗ്ലാസ് പാത്രങ്ങളിലാണ് കേട്ടോ, മൂടിയുള്ള പാത്രങ്ങളിലാണ് കൂടുതലും ഇങ്ങനെ വിളമ്പിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിളമ്പി അത് കഴിഞ്ഞ് പിന്നെ ലെഫ്റ്റ് ഓവർ കറി ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ എടുത്തു വെച്ചിട്ട് നമുക്ക് മൂടി വെക്കുകയും ചെയ്യാം. അപ്പം നമ്മൾ കഴുകേണ്ട, പിന്നെ അത് വേറൊരു സ്റ്റോറേജ് കണ്ടെയ്നറിലോട്ട് ആക്കുമ്പോൾ നമ്മൾ വിളമ്പിയെടുത്ത പാത്രം കഴുകേണ്ട ആ ഒരു പണി നമുക്ക് ഒഴിവാക്കാം. അതുപോലെ ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യാനുള്ള ഒരു പാത്രവും റെഡി. അപ്പം എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും അതൊരു എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പറ്റുമ്പോൾ ഇതുപോലുള്ള സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യാൻ ശരിക്കും സ്ക്വയർ ഷേപ്പിലുള്ള പാത്രങ്ങളാണ് നല്ലത്. പക്ഷെ കറി നമുക്ക് സെർവ് ചെയ്യാൻ എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് റൗണ്ട് ആയിട്ടുള്ള പാത്രങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യമുള്ള പാത്രങ്ങൾ വാങ്ങിക്കുക, കൂടുതലും ഗ്ലാസ് പാത്രങ്ങൾ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കുക. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആസ് യൂഷ്വൽ ലോണ്ട്രി ചെയ്യുന്നതിന് മുടക്കമൊന്നുമില്ല. സൺഡേ എന്തായാലും ലോണ്ട്രി ചെയ്തിരിക്കും. സൺഡേ മാത്രമല്ല എല്ലാ ദിവസവും ലോണ്ട്രി ചെയ്യും. അങ്ങനെ ആവുമ്പോഴാണ് നമുക്കിവിടെ കാര്യങ്ങൾ വർക്കാവുന്നത്. അതല്ലെങ്കിൽ എന്തായാലും തുണികൾ പൈലപ്പാവുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് തുണികൾ മടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും തന്നെ വേഗം തന്നെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം ഈ തുണികൾ മടക്കി അലക്കി ഒതുക്കി വെച്ചാൽ തന്നെ ഒരു വീട് വൃത്തിയാവാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ചെയ്ത് തീരും എന്നാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. കുറേ തുണി അലക്കാനുണ്ടെങ്കിലും കുറേ തുണി മടക്കാനുണ്ടെങ്കിലും നമുക്കൊരിക്കലും വീട് വൃത്തിയായിട്ട് ഇടാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡെയിലി ലോണ്ട്രി ചെയ്യുകയും മടക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടി മാക്സിമം തന്നെ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഹോളിഡേ ആയതുകൊണ്ട് കുട്ടികൾ രണ്ടുപേരും ടി വിയുടെ മുന്നിൽ തന്നെയാണ്.
പിന്നെ വീടൊക്കെ ഒന്ന് പെട്ടെന്ന് ഒരു ക്വിക്ക് ക്ലീനിങ് ഒക്കെ ചെയ്ത് പിക്കപ്പൊക്കെ ചെയ്ത് ഒന്ന് ഒതുക്കിയിടുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് മോരുകറി ലെഫ്റ്റ് ഓവർ ഇരിപ്പുണ്ട്. പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാരിനേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ ഇന്നും ലുലുവിൽ പോകുന്നുണ്ട്. മിക്കവാറും വീക്ക്ലി വൺസ് നമ്മൾ പോവാറുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യമുള്ള ഗ്രോസറി, പച്ചക്കറികൾ അങ്ങനെയുള്ളതെല്ലാം തന്നെ ലുലുവിലെ ഈ വൺ ടൈം വിസിറ്റിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ചോറിന് അരി ഇടാൻ പോയ സമയത്താണ് നമ്മുടെ പാത്രത്തിൽ അരി തീർന്നിരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഓൾറെഡി ഞാൻ പാക്കറ്റ് വാങ്ങി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്വാദിൻ്റെ 20% തവിടുള്ള അരിയാണ് വാങ്ങാറുള്ളത്. പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ കൂടുതൽ തവിടുള്ള ഒരു അരി 50% തവിടുള്ള അരി അറിയാതെ വാങ്ങിയിട്ട് പൊട്ടിക്കുകയും ചെയ്തു. അപ്പോൾ ആ തവിടുള്ള അരി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ തവിട് കുറഞ്ഞ അരിയില്ലേ, അതിലോട്ട് കുറേശ്ശെ തവിട് ഉള്ള അരി മിക്സ് ചെയ്ത് വെക്കും. അങ്ങനെ എന്നാണോ അത് തീരുന്നതെന്ന് അറിയില്ല കേട്ടോ. എന്നാലും അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി വേഗം തന്നെ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനിവിടെ ഓല മീൻ എന്ന് പറഞ്ഞൊരു മീനാണ് കേട്ടോ വാങ്ങിക്കുന്നത്. ഫ്രഷ് ടു ഹോമിൽ നിന്നാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് റെഡിയാണല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകിയെടുത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ ഫിഷൊക്കെ മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പകുതി ഞാൻ ഫ്രീസറിലോട്ട് വെക്കുകയാണ് അടുത്ത ദിവസം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും ലുലുന്ന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വാങ്ങിക്കും. കക്കിറച്ചിയോ കൂന്തൽ റോസ്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തായാലും അതും വാങ്ങിക്കും. അപ്പോൾ ഇത് കുറച്ചേ ആവശ്യമുള്ളൂ. അപ്പോൾ എന്തായാലും അത് ഫ്രിഡ്ജിനകത്തോട്ടാക്കി വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വലിയ മീനുകൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ അടുത്താണ് അങ്ങനെ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അതൊരു ടിപ്പാണ്. അപ്പോൾ സമയം ഏകദേശം ഉച്ചയാവാനായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ പോയി പോരാന്ന് വിചാരിച്ച് വേഗം തന്നെ ലുലുവിലോട്ട് പോവുകയാണ് കേട്ടോ. സ്ട്രോബെറി സീസൺ ആയിരുന്നു. അപ്പോൾ കുറച്ചുകൂടി വിലക്കുറവിന് കിട്ടിയപ്പോൾ 2 പാക്കറ്റ് എടുത്തു കേട്ടോ. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി നമ്മൾ വേഗം തന്നെ പോരുകയാണ് കേട്ടോ. ലഞ്ച് എന്തായാലും വീട്ടിൽ നിന്ന് തന്നെയാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ ചോറൊക്കെ ഞാൻ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു. പറഞ്ഞ പോലെ കക്ക റോസ്റ്റ്, കൂന്തൽ റോസ്റ്റ്, പിന്നെ മോരുകറി ഉണ്ടായിരുന്നു, പിന്നെ ചോറും. അങ്ങനെ കിച്ചണൊക്കെ ഒന്ന് ഒതുക്കി. പാത്രങ്ങൾ കഴുകാൻ പെൻഡിങ് ഉണ്ട്. അതെന്തായാലും ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്നിട്ട് കഴുകുള്ളൂ. അങ്ങനെ ചായയുടെ ഒരു സമയമായി. ലുലുന്നൊരു സ്നാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് ചായ കുടിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫുൾ കപ്പ് കുടിക്കില്ല കേട്ടോ, ഹാഫ് കപ്പ് കുടിക്കും. പക്ഷേ പിന്നെ കിച്ചണൊക്കെ നീറ്റാക്കി ഇട്ടു. പിന്നെ അതാ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ ഞാൻ കാണിക്കാം. കുറച്ച് ഓറഞ്ച് വാങ്ങിയിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ എന്തായാലും വൈകിട്ട് നമ്മുടെ സ്മൂതിക്ക് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. പിന്നെ കറുത്ത മുന്തിരി, ആപ്പിൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ മട്ടൺ റിബ്സ് ഇവിടെ സ്ഥിരമാണ്, മട്ടൺ റിബ്സ് ഗ്രില്ല് ചെയ്ത് കഴിക്കൽ. പിന്നെ അതാ 2 പാക്കറ്റ് സ്ട്രോബെറി. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ സ്ട്രോബെറി മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കി കേട്ടോ. അതുപോലെ ഇതാ കുട്ടികൾക്ക് ഇഷ്ടമുള്ള മിൽക്ക് ഷേക്ക്, ആപ്പി ഫിസ്. പിന്നെ ഇത് ആപ്രിക്കോട്ടിൻ്റെ സീഡ്സ് ആണ് കേട്ടോ. നമ്മുടെ ബദാം പോലെ ഇരിക്കും, അതുപോലെ സൺഫ്ലവർ സീഡ്സ്. അപ്പോൾ ഈ 2 സീഡ്സാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഞാനൊരു തെർമോസ് ഫ്ലാസ്ക് വാങ്ങി. നമുക്ക് വാട്ടർ ബോട്ടിലായിട്ട് യൂസ് ചെയ്യാം. മേലെ നിന്ന് നമുക്ക് തുറന്നിട്ട് ചൂടുവെള്ളം കുടിക്കാൻ പറ്റും. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അവിടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികളുടെ കസിൻസും എല്ലാവരും ഒത്തുകൂടാനുള്ളൊരു ടൈമാണ് കേട്ടോ അത്.
അപ്പോൾ ഇതൊക്കെയായിരുന്നു സൺഡേയിലെ കുറച്ച് വിശേഷങ്ങൾ. ഒരു ഫുൾ ഡേ തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ടല്ലേ, എല്ലാ ദിവസവും ഒരുപോലെയാണല്ലോ. എന്നാലും നമ്മുടെ ഓരോ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം, ഓരോ ദിവസവും വ്യത്യസ്തമാണല്ലേ. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യാൻ പഠിച്ചാൽ തന്നെ ലൈഫ് നമുക്ക് ഒരുപാട് ഹാപ്പി ആയിട്ടിരിക്കാനും എൻജോയ് ചെയ്യാനും പറ്റും. സമയം ഒത്തിരി വിലപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ നിമിഷത്തിൽ നമ്മൾ ഏറ്റവും അധികം സന്തോഷിക്കാനും സമാധാനിക്കാനും എൻജോയ് ചെയ്യാനും നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് മാറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് തേഴ്സ്ഡേ കാണാം. അതുവരേക്കും ബൈ.